ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീഡ് പീസ് എന്ന സസ്യത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ലാത്രസ് ഒഡാററ്റസ് എന്നാണ്. സുന്ദരമായ നിറങ്ങളും മധുരമുള്ള സുഗന്ധവും ഉള്ള ഒരു അലങ്കാര വള്ളിച്ചെടിയാണ് സ്വീറ്റ് പീസ്. തോട്ടങ്ങളിലും ചട്ടികളിലും വളർത്താൻ വളരെ ജനപ്രിയമാണ്. ഇവയുടെ കുടുംബം ഫേബാസി കുടുംബത്തിലാണ്. ഇവയുടെ വളർച്ച വള്ളിയായി കയറി വളരും. ഇവയുടെ പൂക്കളുടെ നിറങ്ങൾ പിങ്ക്, വെള്ള, നീല, പർപ്പിൾ, മൾട്ടി കളർ എന്നിവയാണ്. ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് അലങ്കാരം, പൂച്ചെടി, തോട്ടങ്ങൾ, കട്ട് ഫ്ലവർ തുടങ്ങിയവയ്ക്കാണ്. തണുത്ത കാലാവസ്ഥ ഇവ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയിൽ ഒക്ടോബർ, ഡിസംബർ വിതയ്ക്കുന്നത് നല്ലതാണ്. വെള്ളം കെട്ടി കിടക്കാത്ത ലോമണ്ണായിരിക്കണം. pH 6 മുതൽ 7.5 വരെ ആവാം. നടുന്നതിന് മുൻപ് ചാണകവളം, കമ്പോസ്റ്റ് ചേർക്കുക. വിത്തുകൾ 8-10 മണിക്കൂർ വെള്ളത്തിൽ നനയ്ക്കുക. 2-3 സെൻറ്റിമീറ്റർ ആഴത്തിൽ വിതയ്ക്കുക. 10-14 ദിവസത്തിനകം മുളയ്ക്കും. 20-30 സെൻറ്റിമീറ്റർ ഇടവിട്ട് നടുക. വള്ളി കയറാൻ താങ്ങ്, നെറ്റ്, ട്രെല്ലിസ് നൽകണം. മിതമായി വെള്ളം നൽകിയാൽ മതി. വെള്ളക്കെട്ട് ഒഴിവാക്കുക. 2-3 ആഴ്ചയ്ക്ക് ഒരിക്കൽ കമ്പോസ്റ്റ്, ദ്രവ ജൈവവളം നൽകുക. അധിക നൈട്രജൻ ഒഴിവാക്കുക. ഇല വളരും, പൂവ് കുറയും. 8-10 ആഴ്ചയ്ക്കകം പൂക്കൾ വിരിയാൻ തുടങ്ങും. പൂക്കൾ പതിവായി പറിച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും. മുളച്ച ശേഷം ആരോഗ്യമുള്ള ചെടികൾ മാത്രം നിലനിർത്തുക. വള്ളി കയറാൻ ട്രെല്ലിസ്, നെറ്റ്, താങ്ങ് നൽകണം. മണ്ണ് എല്ലായ്പ്പോഴും ചെറുതായി നനഞ്ഞിരിക്കണം. വെള്ളക്കെട്ട് ഒഴിവാക്കുക. ഇവയുടെ രോഗ നിയന്ത്രണം ഇലപ്പുഴു, ആഫിഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരമായി നീമെണ്ണ സ്പ്രേ ചെയ്യാം. വായുസഞ്ചാരം നല്ലതായി ഉറപ്പാക്കുക. 8-10 ആഴ്ചയ്ക്കകം പൂക്കൾ വിരിയാൻ തുടങ്ങും. പൂക്കൾ പതിവായി പറിച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും. ഉണങ്ങിയ പൂക്കൾ നീക്കം ചെയ്യുക. പാകമായ പൊടികളിൽ വിത്തുകൾ രൂപപ്പെടുന്നു. വിത്തുകൾ ഉണങ്ങിയ നിലയിൽ ദീർഘകാലം നിലനിൽക്കും. അനുയോജ്യമായ ഈർപ്പവും തണുപ്പും ലഭിക്കുമ്പോൾ മുളയ്ക്കൽ ആരംഭിക്കും. 10-14 ദിവസത്തിനകം വിത്ത് മുളയ്ക്കും. ആദ്യം 2 കൊറ്റിലിടൻ ഇലകൾ പുറത്തു വരും. ചെറിയ ഇലകളും മൃദുവായ തണ്ടുമാണ് ആദ്യം ഉണ്ടാവുക. ഈ ഘട്ടത്തിൽ സ്ഥിരമായി വെള്ളം ആവശ്യമാണ്. വള്ളി കയറാൻ തുടങ്ങും. വള്ളി നീളുകയും ഇലകൾ കൂടുതലാവുകയും ചെയ്യും. താങ്ങ് നൽകിയാൽ ശക്തമായി കയറി വളരും. ഏകദേശം 4 മുതൽ 6 ആഴ്ച വരെയാണ് വളർച്ചാ ഘട്ടം. 8-10 ആഴ്ചയ്ക്കകം പൂക്കൾ വിരിയാൻ തുടങ്ങും. നിറങ്ങളും മധുരമുള്ള സുഗന്ധവും പ്രകടമാകും. പരാഗണം നടക്കുന്നു. തേനീച്ചകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. പൂക്കൾ ഉണങ്ങിയ ശേഷം പൊടികൾ രൂപപ്പെടുന്നു. പൊടികളിൽ വിത്തുകൾ വളരും. വിത്തുകൾ പാകമായ ശേഷം ചെടി ക്ഷീണിക്കും. ശക്തമായ ചൂടിൽ ചെടി ഉണങ്ങിപ്പോകും. ഇങ്ങനെ ഇവരുടെ ജീവിതചക്രം പൂർത്തിയാകും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.